അയ്യോ രാവിലെയാക്കാം. ഹലോ ഗൈസ്, വാട്സപ്പ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ് പ്ലേയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യത്തേണ്ടി സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മുടെ ലെസ് പ്ലേ സീസൺ 14 എപ്പിസോഡാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യത്തേണ്ടി സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഗൈസ് നമ്മൾ താണ്ട ഇവിടെ ഈ ഐലൻഡ് നിരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇച്ചിരി പണിപെട്ടു നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അതാണ് ഓക്കെ. കീപ്പർ പൊട്ടിക്കോ അല്ലേ. അപ്പോൾ ഇതാണ്ട് ഈ സാൻഡ് മൊത്തം നമുക്കൊന്ന് ഒഴിവാക്കണം ഗൈസ്. ഈ സാൻഡ് അവിടെ അത്ര ഏരിയ നമുക്ക് വേണ്ടാത്തതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കണം. പിന്നെ ഈ സാൻഡുകളെല്ലാം എടുത്ത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഡേട്ട് എടുക്കണം. ഡേട്ട് നമ്മൾ മിക്കവാറും ആ മല നിരത്തി അതിനകത്ത് നിന്ന് കിട്ടുന്ന ഡേട്ട് വെച്ചിട്ടായിരിക്കും, അതിനകത്ത് നിന്ന് കിട്ടുന്ന ഡേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളിത് മൊത്തം ചെയ്യുക. അതിനകത്ത് ഇച്ചിരി ഡേറ്റ് അങ്ങ് എടുത്താൽ മതിയല്ലോ വീസ്. എന്നിട്ട് ഇത് മൊത്തം നിരത്തണം. പിന്നെ ഇവിടെ കാണുന്ന ആ രണ്ട് സൈഡിലുള്ള വെള്ളം, ഈ വെള്ളവും ആ വെള്ളവും നമുക്ക് നിരത്തണം. അത് ഡേറ്റ് വെച്ച് നിരത്തണം. പിന്നെ നമുക്കിവിടെ ഒരു അത്യാവശ്യം വലിയ പ്രോജക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. വലിയൊരു ചെസ്റ്റിംഗ് റൂം കൊണ്ടുവരാൻ നോക്കാം. പിന്നെ നമുക്ക് 3 ഭാഗത്തും അതേപോലെ ഇത് വെക്കണം കേട്ടോ ഗൈസ്, പാലം. അപ്പോൾ അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട്. ഇതെന്തുവാ ബോണും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ വീടിൻ്റെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്നായിരുന്നു. പിന്നെ റീപ്ലേ കൂടെ എല്ലാം നിങ്ങൾ കണ്ടെത്തിയില്ലടാ കള്ളന്മാരെ. എടാ നമ്മൾ ബെഡ് റോക്ക് എഡിഷൻ ഇടേ നമ്മൾ കളിക്കുന്നത്. നമുക്ക് റീപ്ലേ മൂഡ് ചിലപ്പോൾ ഒരു ചെക്കനെ വെച്ചിട്ടൊക്കെ എടുക്കേണ്ടി വരും. വേറൊരു പ്ലെയറിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. നമ്മൾക്കൊക്കെ അതേ പറ്റുള്ളൂ അടേ. അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് നമുക്ക് റീപ്ലേ മൂഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് നമുക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല കേട്ടാ. എന്നാലും നമ്മൾ അത്രയും വൃത്തിക്ക് ചെയ്തില്ല ഗൈസ്. സപ്പോർട്ട് ചെയ്ത് ഓക്കെ ഗൈസ്. അപ്പോൾ പുതിയതായിരുന്ന സബ്സ്ക്രൈബേഴ്സുകൾക്കെല്ലാം സ്വാഗതം. നമ്മൾ മൾട്ടിപ്ലെയറും കളിക്കുന്നുണ്ട്, സിംഗിൾ പ്ലെയറും കളിക്കുന്നുണ്ട്. എടേ നിങ്ങളുടെ അന്വേഷണം നിൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ ഡേ. നീ ഒരാൾ എന്നോട് കളിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ബ്രോ എന്നെയും കളിക്കാൻ കൂട്ടുമോ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്നൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ പിന്നെ അവൻ്റെ ഒരു അഡ്രസ്സും ഇല്ല എന്നാണ് വേറൊരു സത്യം. അവൻ മറന്നുപോയോ എന്തോ ഗൈസ്. ഇൻസ്റ്റാഗ്രാം ID ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഇച്ചിരി വൈകോട്ടോ ഗൈസ്. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്ത് നെറ്റ് ഉണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിലേ ഞാൻ ഇന്ന് ഇടുള്ളൂ. അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ IDൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. ഇതിനകത്ത് ഇച്ചിരി വൈകിയായിരിക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ പഴയ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി 13ാം എപ്പിസോഡത്തെ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബോൺവിൽ ഒരു ചെറിയ കുട്ടി ഫാമാട്ടോ. ബോൺവിൽ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുട്ടി ഫാമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ പ്ലാനിങ്ങിലിരിക്കുന്ന ടേസ്. അത് എത്ര വർക്കിംഗ് ആവുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ ഇതൊരു ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് 2 ഹോപ്പറും ഒരു കമ്പോസ്റ്ററും ഉണ്ട്. നമുക്ക് ഇനി ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. ഇതിനകത്ത് എങ്ങാനും ചെസ്റ്റ് ഉണ്ടാവും ഗൈസ്. ഇനി നമ്മൾ ചെസ്റ്റിംഗ് റൂം ഉണ്ടാക്കിയാൽ ഇതൊക്കെ കൊണ്ടുപോകട്ടോ ഗൈസ്. ചെസ്റ്റിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് ഇവിടെ നല്ല ഈ ചെസ്റ്റെല്ലാം പൊളിച്ച് മാറ്റണം. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അത് വെച്ചാൽ ഇതിനകത്തൊന്നും ചെസ്റ്റ് ഇല്ല ഗൈസ്. നമുക്ക് വുഡ് എടുത്തിട്ട് പ്ലാങ്ക് എടുത്തിട്ട് നമുക്ക് 2 ചെസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഓൾ സെറ്റ്. അതും സെറ്റായിട്ടുണ്ട്. ഈ 3 സാധനങ്ങൾ മതിയിട്ട് ഗൈസ്. 2 ഹോപ്പർ, 2 ചെസ്റ്റ്, ഒരു കമ്പോസ്റ്റർ കേട്ടോ. ഈ 3 സാധനം മതി. ഈ 3 സാധനം വെച്ച് നമുക്ക് ഇതൊരു സിമ്പിൾ ബോൺവിൽ ഫാർം ഉണ്ടാക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ നേരെ സ്ഥലത്തിലേക്ക് ചായാം. നമ്മളിവിടെ പണിയാണോ? ഇത് നമ്മുടെ ഇതാട്ടോ ഗൈസ്, നമ്മുടെ മൈനിങ് ഏരിയ. അപ്പോൾ ഇതിന് എന്താ ബിൽഡിങ് കൊണ്ടുവരേണ്ടത് എനിക്കൊരു പ്ലാനിങ് കിട്ടിയിട്ടില്ല. ഞാൻ താൽക്കാലികമായിട്ട് വെച്ചേക്കാട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യണം, അത് ശരിയാക്കണം ഗൈസ്. അപ്പോൾ അത് എങ്ങനെ ആണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. അവിടെ ഉണ്ടാക്കി ശരിയാവില്ല ഗൈസ്. നമുക്ക് ഇവിടെ ആയിട്ട് ഉണ്ടാക്കട്ടെ ഗൈസ്. ഇവിടെ നമുക്കൊരു
ലൈറ്റ് കിട്ടാണല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ബിൽഡിങ്ങും കൊടുക്കാം. ബിൽഡിങ് എന്താ കൊടുക്കേണ്ടത് എനിക്ക് പ്ലാനിങ് കിട്ടിയിട്ടില്ല. എടാ നമ്മുടെ വീട് ഇവിടുന്ന് കാണുന്നു. ബോയ് ഗൈസ്, സായംകുളം വീണ്ടും നാശായോ. അയ്യോ മേ, അയൻകോളം വീണ്ടും പുറത്ത് സ്പോണായിരിക്കുന്നു ഗൈസ്. ഇത് ഇടയ്ക്ക് മാത്രം ഇങ്ങനെ സ്പോണാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം സ്ലാബൊക്കെ കൊണ്ടുവരും. ഞാൻ മിക്കവാറും സ്ലാബ് വെക്കും ഗൈസ്. നമുക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള ബിൽഡിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഡേറ്റ് മൊത്തം ഒഴിവാക്കുന്നതാണ്. അടിയിൽ എന്തെങ്കിലും സ്ലാബ് വെച്ച് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഡേറ്റൊക്കെ ഫുള്ളും റിമൂവ് ആയിക്കോളുമല്ലോ. നമുക്ക് ഈ അയൻകുളത്തെ കൊല്ലാട്ട് ഗൈസ്. ഹമ്പ് ഇട്ട് കൊല്ലണോ? ഒരു ഹമ്പ് കൊടുത്തേക്കാം. ഇപ്പോൾ ഒരു സുഖം വേറെയാണ് ഗൈസ്. ഹമ്പ് വെച്ചേക്കാം. ഓയ് ബടാ 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 മുത്തേ, നീ ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പോൾ നമ്മൾ അടിച്ച് കൊല്ലുക. ചാടി അടിക്കാം. ഒരടി കൊണ്ടുവന് ചാടി അടിച്ചിട്ട് ഒരടി അവന് കൊണ്ടുള്ളൂ. അടിയട കിട്ടുന്നില്ല. ഇനി നമുക്ക് നിന്നടിക്കാം. ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയാലോ. പോയി ഒന്നും കൂടെ കൊള്ളുന്നില്ല ഗേസ്. നമുക്ക് നിന്നടിക്കല് രക്ഷയുള്ളൂ എന്ന് തോന്നുന്നു. നിന്നടിച്ചേക്കാം. ഓക്കെ, അവനെ കൊന്നിട്ടുണ്ട്. നമ്മൾ ഡയമണ്ട് പിക്കക്സ് വാക്സ് ടൂൾസും അതേപോലെ ആർമറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഗൈസ്. അതിനകത്തേക്ക് മെൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അതൊന്നും ചെയ്തിട്ടില്ല. മടി പിടിച്ചു പോയി ഗൈസ്. 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. മടി പിടിച്ചു പോയി ഗൈസ്. സ്വാഭാവികം, എനിക്ക് മടി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഞാൻ മടി പിടിച്ചു. അപ്പോൾ എനിക്ക് ഇനി അത് സെറ്റ് ചെയ്യണം. കുറേ പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേണം കേട്ടോ ഗൈസ് അത് ഇടാൻ. മുന്തിരി ഗൈസ്, നമുക്കിവിടെ തഞ്ഞുണ്ടാക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കണം. ആദ്യം നമുക്ക് വെക്കേണ്ടത് ചെസ്റ്റാണ്. ഒരു ചെസ്റ്റ് വെക്കുക. ആ ചെസ്റ്റിൻ്റെ പൊക്കത്ത് കയറി ക്രൗച്ച് ചെയ്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഹോപ്പർ വെക്കുക. അതിൻ്റെ പൊക്കത്ത് കമ്പോസ്റ്റർ വെക്കുക. ക്രൗച്ചിൽ നിന്ന് മാറാനേ പാടില്ല. കമ്പോസ്റ്റർ വെക്കുക. അതിൻ്റെ പൊക്കത്ത് വീണ്ടും ഹോപ്പർ വെക്കുക. അതിൻ്റെ പൊക്കത്ത് ചെസ്റ്റ് വെക്കുക. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ് പരിപാടി. ഇതാണ് നമ്മുടെ സൂപ്പർ സ്മെൽട്ടർ പോലും സൂപ്പറാണെന്നൊന്നും ഞാൻ പറയില്ല. കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യത്തിനുള്ളത് കിട്ടും. ആ ചെസ്റ്റിൽ ഇച്ചിരി വേണ്ടാത്ത സാധനങ്ങളുണ്ട്, എടുത്ത് കാട്ടിക്കളയാം. ഇതിനകത്തുനിന്ന് ഈ 2 സീഡ് എടുക്കട്ടെ. ബീറ്റ്റൂട്ട് സീഡും അതുപോലെ വീറ്റ് സീഡും, ഇത് രണ്ടും നമുക്ക് എടുക്കട്ടെ ഗൈസ്. ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചെസ്റ്റ് വെച്ച് കൊടുക്കട്ടെ ഗൈസ്. ചെസ്റ്റിൻ്റെ ആവശ്യമില്ല, ഏറ്റവും പൊക്കത്ത് ചെസ്റ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഹോപ്പറിലേക്ക് നേരെ വെച്ചാൽ മതി. പിന്നെ ഞാൻ ചുമ്മാ ചെസ്റ്റ് ഒരു രസത്തിന് വെച്ചാട്ടെ ഗൈസ്. ഹായ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. യെസ്, വർക്കിംഗ് ആണ്. പക്ഷേ ഒരെണ്ണമൊക്കെ ആവുന്നുള്ളൂ ഗൈസ്. വലിയതൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഈ കമ്പോസ്റ്ററിലേക്ക് നിറഞ്ഞ് കമ്പോസ്റ്ററിൽ നിന്ന് ഒറ്റ വരുള്ളൂ. ആ ഒറ്റ വെച്ചാട്ടെ ഇതാവുന്നത്. വലുതായിട്ടാവില്ല എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കെന്താണെങ്കിലും വേറെ എന്തെങ്കിലും കൂടെ വെച്ചാലോ. നമ്മുടെ അയൺ ഫാർമിൽ പൂപ്പി ഇരിപ്പുണ്ട് ഗൈസ്. ആ പൂപ്പിയും കൂടെ കൊണ്ടുവച്ചാലോ. 4 ബോൺവീലായിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആ പൂപ്പിയും കൂടെ എടുത്ത് വെക്കാം കേട്ടോ. പൂപ്പി സ്റ്റാക്ക് 5-6 സ്റ്റാക്ക് ഉണ്ട് തോന്നുന്നു. 5-6 സ്റ്റാക്കുകളുണ്ട്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് 4 സ്റ്റാക്ക് പൂപ്പിയുണ്ട് ഗൈസ്. 5 സ്റ്റാക്ക് പൂപ്പിയുണ്ട്. ഓക്കെ, 5 സ്റ്റാക്ക് പൂപ്പിയുണ്ട്. അയ്യോ, നൈറ്റ് ആവുന്നുണ്ട്. വേഗം പൂപ്പി വെച്ചിട്ട് പോയി കിടന്നുറങ്ങും. നമ്മുടെ ഇതുണ്ടാക്കിയിട്ട് നമ്മുടെ വീടുണ്ടാക്കിയിട്ട് നമ്മൾ ഇതുവരെ അതിനകത്ത് കയറി കിടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് തന്നെ ഫസ്റ്റ് സ്ലീപ്പും കൂടെ ആക്കിയേക്കട്ടെ ഗൈസ്. ഇത് മൊത്തം വെക്കാം വേഗം. സ്ലീപ്ഡ് വേഗം വീടല്ലേ ഗൈസ്. വേഗം പോയി സ്ലീപ്ഡ് ആവട്ടോ ഗൈസ്. ഉയ്യോ, നിന്നുപോയി. കയറി പൊങ്ങ്. അയ്യോ, കീപ്പറൊക്കെ പോകണമെന്നതിന് മുമ്പ് വേഗം പോകാൻ നോക്കാം. 2 സ്കെൽട്ടൺ സ്പോൺ. സോറി, അത് മറ്റേ നമ്മുടെ കോഴിയായിരുന്നു. കോഴി. ഐ സ്ലീപ്ഡ്. ഓക്കെ, നമ്മൾ സ്ലീപ്പും ആയിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ സോംബികളൊക്കെ ഇവിടെ ഉണ്ടിട്ട് സോംബിനൊക്കെ തല്ലിക്കൊല്ലുക. നമ്മൾ വൺ പ്രൊഫഷണലാട്ടോ തല്ലിക്കൊല്ലാൻ. ഇവിടെ എണ്ണടിക്കല്ലടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ എൻ്റെ പൊന്നെ. ഗൈസ് നമ്മുടെ വീട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യിക്കട്ടെ. പിന്നെ റീപ്ലൈ മോഡ് നിങ്ങൾ കണ്ടെത്തി, യോഗമില്ല മോനെ. അപ്പോൾ നമുക്കിനി അത് എത്രയായി എന്ന് കൂടെ നോക്കട്ടെ ഗൈസ്, എന്നിട്ട് വീഡിയോ നിർത്താം. ഓക്കെ. ട്രേഡൻ്റ് ചൊടിക്കുന്നടോ, മടിയടോ അവൻ മടിക്കുന്നത്. എന്നിട്ട് അവൻ്റെ ഒരു ട്രേഡൻ്റ് ഉണ്ട്. എന്താ ഗൈസ്, വന്നടി കേട്ടോ, വന്നടി. സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. സോ ഗൈസ് നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ പൂപ്പിയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. അതൊക്കെ നമുക്ക് കമ്പോസ്റ്റ് വെച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ ബോൺവീലാക്കിയിട്ട് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ ഗൈസ്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ടാറ്റ ബൈ ബൈ, ഗുഡ് ബൈ, ഇറങ്ങിപ്പോടാ.